വലാ തുസഇർ ഖദ്ദക ലിന്നാസി വലാ തംശി ഫിൽ അർളി മർഹാ. ആളുകളോട് നീ മുഖം ചുളിക്കുന്ന സ്വഭാവം കാണിക്കരുത്. ആര് നിന്റെ മുന്നിൽ വന്നാലും നീ അവരെ മൈൻഡ് ചെയ്യണം. വലാ തുസഇർ ഖദ്ദക ലിന്നാസ്, ജനങ്ങളോട് നീ മുഖം ചുളിക്കരുത്. നിന്റെ കവിൾത്തടം നീ മാറ്റിക്കളയരുത്. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ വ്യത്യസ്ത സ്വഭാവക്കാരുണ്ടാകും. നന്മ ചെയ്യുന്നവരാണെങ്കിലും തിന്മ ചെയ്യുന്നവരാണെങ്കിലും നീ മുഖം കൊടുക്കണം. തിന്മ ചെയ്യുന്നവർക്ക് നീ മുഖം കൊടുക്കുന്നത് അവരെ നന്നാക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ്. നന്മ ചെയ്യുന്നവർക്ക് നീ മുഖം കൊടുക്കുന്നോ ഒന്നുകൂടി നീ അയാളുമായി അടുപ്പം സ്ഥാപിക്കണം എന്ന നിലക്കാണ്. ആരോടും നീ മുഖം ചുളിക്കരുത്. ആരെയും നീ നവർ മൈൻഡ് ആക്കി കളയരുത്. വലാ തുസഇർ ഖദ്ദക ലിന്നാസി വലാ തംശി ഫിൽ അർളി മർഹാ. ഒരിക്കലും ധിക്കാരിയായി അഹങ്കാരിയായി ഭൂമിയിൽ നീ ജീവിക്കരുത്. നിന്റെ വർത്തമാനത്തിലും നിന്റെ പെരുമാറ്റത്തിലും നിന്റെ സ്വഭാവത്തിലും നിന്റെ സമ്പർക്കത്തിലും എല്ലാ ഘട്ടങ്ങളിലും നിനക്ക് വിനയമാണ് ഉണ്ടാകേണ്ടത്. മോനോട് ഉപദേശിക്കാണ് വലാ തംശി ഫിൽ അർളി മർഹാ. നിന്നെക്കാളും കഴിവ് കുറഞ്ഞ ആളുകളെ നീ കാണുമ്പോ അവരോട് നിന്റെ മനസ്സിൽ നല്ല സഹതാപവും നല്ല സ്നേഹവും വർദ്ധിക്കണം. ഒരിക്കലും അയാൾക്ക് എന്നെ പോലെ ജീവിക്കാനുള്ള അന്തസ്സില്ലല്ലോ, ഞാൻ എത്ര സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉള്ള ആളാണ് എന്ന് തോന്നിപ്പോകരുത്. വളരെ പാവപ്പെട്ട് ജീവിക്കുന്ന ഒരു ദരിദ്രനായ മനുഷ്യനെ കാണുമ്പോ നിനക്ക് അയാളോട് മനസ്സിൽ വലിയ സ്നേഹം വേണം. സലാം പറയാനും വർത്തമാനം പറയാനും വിശേഷങ്ങൾ അന്വേഷിക്കാനും തോന്നണം. അയാളെ എന്തിനു പരിഗണിക്കണം? 4 കാശിന് വകുപ്പില്ലാത്ത ആളല്ലേ എന്നൊരു ചിന്ത നിന്റെ മനസ്സിലുണ്ടായിക്കൂടാ. വാഹനത്തിൽ പോകുന്ന നീ വാഹനമില്ലാതെ പോകുന്ന ആളെ കാണുമ്പോ എന്റെ കൂടെ പഠിച്ച ക്ലാസ്മേറ്റ് ആണ് അയാള്, പക്ഷേ സാമ്പത്തികമായി വളരെ പരാധീനതയിലാണ്. എനിക്ക് അല്ലാഹു തആല നല്ല വീട് തന്നു, നല്ല വാഹനം തന്നു, ഞാൻ നല്ല റാഹത്തിലാണ്, നല്ല ഉഷാറിലാണ്, അയാളിപ്പോഴും ദുർഗതിയിലാണ് എന്ന് ചിന്തിച്ചു പോകരുത്. റബ്ബ് സുബ്ഹാനഹു വ തആല അയാൾക്ക് അങ്ങനെ കൊടുക്കാത്തതിൽ എന്തെങ്കിലും ഖൈർ അല്ലാഹു കണക്കാക്കിയിട്ടുണ്ടാകും. നീ അയാളെ കൂടി ഒന്ന് പരിഗണിക്കണം. വാഹനമില്ലാത്ത ആളെ കാണുമ്പോ നിന്റെ വാഹനത്തിൽ പലപ്പോഴും നീ അവരെ കയറ്റിക്കൊണ്ടുവരണം. സജീവമായിട്ട് ഉള്ള ആളുകളാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഒരു 50 രൂപയോ 100 രൂപയോ കൊടുത്താൽ അങ്ങാടിയിൽ നിന്ന് ഓട്ടോ വിളിച്ചാൽ ഇങ്ങോട്ടെത്തും. നീയും പോരുന്നതും അയാൾ പോരുന്നതും ഒരേ നാട്ടിലേക്കാണ്. അദ്ദേഹം പച്ചക്കറി വാങ്ങാൻ വേണ്ടി കടയിൽ കയറിയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് അയാൾക്ക് വേണ്ടി നീ ഒന്ന് കാത്തു നിന്നിട്ട് നിന്റെ പരിചയക്കാരനെ, നാട്ടുകാരൻ, അയൽക്കാരനെ വാഹനത്തിൽ കയറ്റി കൊണ്ടുവരുമ്പോ നിന്റെ മനസ്സിൽ അല്ലാഹു കിബ്ർ തരാതെ നല്ല വിനയം തരുന്നു. കാശ് മുടക്കി വാഹനത്തിൽ പോകേണ്ട ആളെ സൗജന്യമായി സന്തോഷത്തോടെ തൃപ്തിയോടെ നീ വീട്ടിന്റെ മുറ്റത്ത് കൊണ്ടുവന്ന് പടിയിറക്കുമ്പോ നിന്റെ മനസ്സിന് അല്ലാഹു തആല നന്മയേറ്റി തരികയാണ്. സഹോദരിമാരെ, ആഭരണം തീരെ ധരിക്കാത്ത ഒരു സഹോദരിയെ കാണുമ്പോ നിങ്ങളെ കയ്യിലും ആഭരണമുണ്ട്, കാലിലുണ്ട്, അരയിലുണ്ട്, പിന്നെ ഇവിടെ മൂക്കിലുണ്ടാ? മൂക്കില്ല. കഴുത്തിലുണ്ട്, ഒക്കെ ആഭരണമുണ്ട്. നിറയെ ആഭരണം കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോ ഒരു പാവപ്പെട്ട പെണ്ണിനെ കാണുമ്പോ ആ പെണ്ണിനോട് നിങ്ങൾക്ക് സ്നേഹവും ബഹുമാനവും വർദ്ധിക്കണം. നല്ല പെരുമാറ്റം ആ പെണ്ണിനോട് വേണം. ആ പെണ്ണ് ഇതൊന്നും ധരിക്കാൻ കഴിവില്ലാത്ത ഒരു പെണ്ണാണെങ്കിൽ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒരു ചെറിയ മോതിരമെങ്കിലും ഊരിക്കൊടുത്തൊരു സന്തോഷം ആ പെണ്ണിന് പകരണം. നിങ്ങളെ ശരീരത്തിൽ ഒരു ആഭരണം ഒന്നും കാണുന്നില്ലല്ലോ, എന്റെ വകയായിട്ട് എനിക്ക് 2 മോതിരമുണ്ട്, ഒരു മോതിരം നിങ്ങൾ ധരിച്ചു. അതിന്റെ മജ്‌ലിസ് കൊടുക്കുന്നത് മാത്രമൊന്നുമല്ലല്ലോ സംഭാവന, ആണോ? അല്ലല്ല, പാവപ്പെട്ടവർക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ അത് വലിയൊരു സ്നേഹമല്ലേ. അപ്പൊ അവർക്ക് ഒരു പെണ്ണ് മറ്റൊരു പെണ്ണിന് ഒരു മോതിരം കൊടുത്തു. അൽഹംദുലില്ലാഹ്, ആ പാവപ്പെട്ട പെണ്ണ് ആദ്യമായി ഒരു സ്വർണ്ണ മോതിരം കയ്യിൽ ധരിക്കുമ്പോ മനസ്സിൽ വന്ന വലിയൊരു സന്തോഷം കാരണം ഈ നൽകിയ പെണ്ണിന്റെ മനസ്സ് അല്ലാഹു തആല ക്ലിയർ ആക്കി കൊടുക്കുന്നു. ആ മനസ്സിന് കിബിറില്ല.
പാവങ്ങളെ സഹായിക്കാനും സ്നേഹിക്കാനുമുള്ള നല്ല മനസ്ഥിതിയാണ്, നല്ല സന്തോഷമാണ്.